നമസ്കാരം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണത്തിൽ സിപിഎം നേതാക്കൾക്ക് കുരുക്കുമുറുകുകയാണ്. ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കേശവീർപ്പിച്ച് നടക്കുന്ന അന്തം കമ്മികൾക്കൊന്നും തന്നെ ഇനി രക്ഷ നേടാനാവില്ല. ഒരു ജാമ്യം പോലും ഇക്കൂട്ടർക്ക് ലഭിക്കില്ല. അത്രമാത്രം ശക്തമായ തെളിവുകൾ കൊണ്ട് പഴുതുകൾ അടച്ചാണ് ഇഡിയുടെ മുമ്പോട്ടുള്ള പോക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ പ്രതികൾക്ക് നേരിട്ടും അല്ലാതെയും കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കലിൽ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേസിലെ പ്രതികളായ PR അരവിന്ദാക്ഷൻ, P സതീഷ് കുമാർ, CK ജിൽസ് എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഇഡി അറിയിച്ചിരിക്കുന്നത്. പ്രതിഭാഗത്തിന് മറുപടി സമർപ്പിക്കാൻ സമയമനുവദിച്ച ജസ്റ്റിസ് CS ഡയസ് കേസ് വേണ്ട 29-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതികളുടെ നടപടികൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമം അനുസരിച്ച് കുറ്റകരമാണെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ലക്ഷ്മൺ സുന്ദേശ്വരൻ വാദിക്കുകയുണ്ടായി. ഇടനിലക്കാരനായ സതീഷ് കുമാർ മുഖ്യപ്രതി PB കിരൺ വഴി അനധികൃത വായ്പയായും മറ്റും 25 കോടി രൂപയെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടാകണം എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിൽ 14 കോടിയോളം രൂപ മറ്റു പ്രതികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഈ പണം നിയമപരമല്ലെന്ന് അറിഞ്ഞു തന്നെയാണ് മറ്റു പ്രതികൾ തിരിമറി നടത്തിയതെന്നും ഇഡി വ്യക്തമാക്കി. ഈ തുക കള്ളപ്പണമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമമുണ്ടായെന്നും ഇത് രാജ്യത്തിനെതിരെയായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് കണക്കാക്കുന്നുവെന്നാണ് ഇഡിയുടെ വാദം. കൂട്ടുപ്രതികളുടെ മൊഴി കണക്കിലെടുത്തുള്ള ഇഡിയുടെ അവകാശവാദങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രതികൾ വാദിക്കുന്നത്. കൂട്ടുപ്രതികളുടെ മൊഴികൾ എങ്ങനെ തെളിയിക്കുമെന്ന് ഇതിനിടെ കോടതി ആരാഞ്ഞിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ പ്രതികളുമായി ബന്ധമുള്ള ദേവി ഫിനാൻസിന്റെ ബാലൻസ് ഷീറ്റ്, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെല്ലാം ഇക്കാര്യങ്ങൾ തെളിയിക്കുന്നതാണെന്നായിരുന്നു ഇഡിയുടെ മറുപടി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായ PR അരവിന്ദാക്ഷൻ കേസിൽ 3-ാം പ്രതിയും സതീഷ് കുമാറും PP കിരണും 1ഉം 2ഉം പ്രതികളാണ്. അതേസമയം കരുവന്നൂർ കേസ് മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള സഖാക്കന്മാരുടെ ഇത്തരത്തിലുള്ള വെട്ടിപ്പ് തരികിടകളെല്ലാം ഇഡി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗമായി ഒരു പുതിയ കേസ് കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. സഖാക്കന്മാർ നടത്തിയിരിക്കുന്ന അടുത്ത തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 4.76 കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തു എന്ന പരാതിയിൽ സഹകരണ സംഘം സെക്രട്ടറി ആയിരുന്ന സഖാവ് K രതീഷിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ആദൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ മറ്റ് പാർട്ടി നേതാക്കന്മാർക്ക് പങ്കില്ല എന്നും അയാൾ ഒറ്റയ്ക്കാണ് ഈ തിരിമറി നടത്തിയത് എന്നെല്ലാം ഏരിയ സെക്രട്ടറി വിശദീകരണം നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന് പിറകിൽ ഒരാൾ മാത്രമാണ് എന്ന കാര്യം ഇഡി വിശ്വസിക്കില്ല എന്ന കാര്യം ഉറപ്പ്. കാരണം ഒന്നിൽ കൂടുതൽ ആളുകളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ഇത്ര വലിയ തിരിമറി നടത്താൻ സാധിക്കില്ല എന്നത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. എന്തായാലും CPM നേതാക്കൾ ഇത്രനാൾ പാർട്ടിയെ അകമഴിഞ്ഞ് വിശ്വസിച്ചവരെ അടക്കം മണ്ടന്മാരാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് ഇഡി.